തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസം മുമ്പ് നടക്കുന്ന ഈ ചർച്ചയിൽ വളരെ ആത്മവിശ്വാസത്തോടെ UDF-ന് പറയാൻ കഴിയും, ഞങ്ങൾ തുടക്കത്തിൽ പ്രതീക്ഷിച്ചിരുന്നത് ഒരു 10,000-ന്റെ ഭൂരിപക്ഷമാണെങ്കിൽ അതിനേക്കാൾ അധികമായിരിക്കും ഇപ്പോൾ ഭൂരിപക്ഷം. കാരണം എന്താണെന്നറിയോ? കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് കാരണക്കാർ ഞങ്ങൾ ഏറ്റവും അധികം നന്ദി പറയുന്നത് ഇവിടുത്തെ മന്ത്രി MP രാജേഷിനോടും റഹീമിനോടുമാണ്. അവരാണ് ആദ്യം അതിന് കളവൊരുക്കിയത്. ഇവിടെ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും അവര് കോൺഗ്രസിനെതിരെയും UDF-നെതിരെയും ചെയ്യാൻ ശ്രമിക്കുന്നത് അവർക്ക് തന്നെ ബൂമറാങ് പോലെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, പറയണമല്ലോ, അതൊക്കെ ഘടകമായിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങി, ഇതിന്റെ പ്രചരണം തുടങ്ങി ആദ്യം മുതൽ തന്നെ നമുക്കറിയാം LDF 3-ാം സ്ഥാനത്ത് നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ തവണത്തെ ഒരു നിലയനുസരിച്ച് LDF 3-ാം സ്ഥാനത്തായിരുന്നു, BJP 2-ാം സ്ഥാനത്തായിരുന്നു. അപ്പം മത്സരം സ്വാഭാവികമായിട്ടും BJP-യും UDF-ഉം തമ്മിലാണ്. അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ കേരളത്തിൽ ഒന്നാകെ കഴിഞ്ഞ കാലമായി ചർച്ച ചെയ്തതുപോലെയുള്ള BJP CPM നെക്സസ് വളരെ വ്യക്തമായി കണ്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെ BJP-യും BJP-യെ CPM-ഉം സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ കഥയല്ലേ, ട്രോളിയുടെ കഥ കഴിഞ്ഞ, ശരിയാണ്, കഴിഞ്ഞ കഥയാണ്. അവിടെ പോലും നമ്മൾ വളരെ വ്യക്തമായി കണ്ടത് അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന്, BJP-യുടെ രാജേഷും ഇവിടുത്തെ CPM-ന്റെ രാജേഷും ഒരുമിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, റെയുമായിട്ട് ഒരുമിച്ച് ചർച്ച ചെയ്യുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഷാനിമോൾ എന്നോട് പറഞ്ഞു, കണ്ടപ്പോ അത്ഭുതപ്പെട്ടു പോയത്രേ. ഈ മുറിക്ക് മുമ്പിൽ, ഈ ഷാനിമോളുടെ മുറിയിൽ യാതൊരു ഡോക്യുമെന്റ്സും ഇല്ലാതെ, യാതൊരു രേഖകളും ഇല്ലാതെ, വനിതാ പോലീസും ഇല്ലാതെ അവിടെ റെയ്ഡിന് ചെന്നിട്ട് റഹീം എന്ന് പറയുന്ന റഹീമിനെ പോലെ ഒരു രാജ്യസഭാ MP ആ മുറിയുടെ മുമ്പിൽ പോയി ആ വരാന്തയിൽ ചാരി നിന്നിങ്ങനെ കാഴ്ച കാണുകയാണ്. എത്ര സഹതാപം അറിയിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് പാലക്കാട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ അപ്രിഷിയേറ്റ് ചെയ്യുകയാണ്, ഇവിടെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യണം, ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം. ഈ തെരഞ്ഞെടുപ്പിൽ അത് ചർച്ചയാവാതിരിക്കേണ്ട ആവശ്യം CPM-നാണ്, ഭരിക്കുന്ന ഗവൺമെന്റിനാണ്. ഇവിടെ മുനിസിപ്പാലിറ്റി ബന്ധപ്പെട്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ മുനിസിപ്പാലിറ്റി തകർന്നടിഞ്ഞു പോയത്, എന്തുകൊണ്ടാണ് മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത്, ഇതൊക്കെ ചർച്ചയാവണ്ടേ? ഇത് രണ്ടും ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെട്ടി സ്പിരിറ്റ് കള്ളപ്പണം പറഞ്ഞു പെട്ടിയും കൊണ്ട് ഇറങ്ങിയെന്ന് പറയുമ്പോ, പെട്ടിയും കൊണ്ട് ഇറങ്ങി പെട്ടിയും കൊണ്ട് പോകുന്ന പറഞ്ഞേ, പെട്ടിയും കൊണ്ട് ഓടേണ്ടി വരുന്ന തിരുവല്ലാമലയ്ക്കായിരിക്കും, തൃശ്ശൂര് തിരുവല്ലാമലയ്ക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ, അവസാനം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വ്യാജ വോട്ടിന്റെ കാര്യം താങ്കൾ സൂചിപ്പിച്ചല്ലോ. ഏറ്റവും അവസാനം വോട്ട് ചേർത്ത സരിന്റെ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണ് എന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുക. ഞാൻ എല്ലാം CPM-ന്റെ പ്രതിനിധി ഒരു കാര്യം പറഞ്ഞല്ലോ, CPM-ന്റെ പ്രതിനിധി പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനില്ലാത്ത അവസ്ഥയല്ലേ? EP ജയരാജൻ എന്താ പറഞ്ഞത്? പിയുടെ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം അന്ന് അർദ്ധരാത്രി വരെ നിഷേധിച്ചില്ല. 20-ാം തീയതി കഴിഞ്ഞാൽ കൈതോല പായയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ഇവിടെ തിരുത്തി പറയും. ഹിന്ദു പത്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യം സംഭവിച്ചല്ലോ, അദ്ദേഹത്തിന് എന്താണ് അവസാനം സംഭവിച്ചത്? അദ്ദേഹം പോയി ഇന്റർവ്യൂ കൊടുക്കുന്നു, പിന്നീട് അത് PR ആണെന്ന് പറയുന്നു, മാറ്റി പറയേണ്ടി വരുന്നു. 20-ാം തീയതി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, ഞാൻ വെല്ലുവിളിക്കുകയാണ്, EP ജയരാജൻ മാറ്റി പറയുമെന്ന് മാത്രമല്ല, BJP-യിലേക്ക് പോകുന്ന പോലെ നമുക്ക് സമാജ വോട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന ഗവൺമെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിനുണ്ട്. അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. ഇവിടെ ഒരാൾ വ്യാജ ID കാർഡുമായിട്ട് വന്നാൽ അത് കണ്ടുപിടിക്കേണ്ട ആരാ? കോൺഗ്രസ് ആണോ? അത് കണ്ടുപിടിക്കേണ്ടവർ കണ്ടുപിടിച്ചോണം. അതിന് വെല്ലുവിളിക്കുക, ഞാൻ വെല്ലുവിളിക്കാന്ന്. ഇതിനെപ്പറ്റി ഇവിടെ പരാമർശിച്ചു, അതിന് ഞാൻ മറുപടി പറയണമല്ലോ. ഇവിടെ കൊണ്ടുവന്ന വികസനങ്ങൾ, MLA എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവന്ന വികസനം, ഇപ്പോൾ അവിടെ പറഞ്ഞ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ, അതുപോലെ തന്നെ മെഡിക്കൽ പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ മെഡിക്കൽ കോളേജ്, സർക്കാർ മെഡിക്കൽ കോളേജ്, പിണറായി വിജയൻ വന്നതിന് ശേഷം ഒരൊറ്റ മെഡിക്കൽ കോളേജ് കേരളത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല. 7 കോടി രൂപ ഉപയോഗിച്ച് പാലക്കാട് ഏറ്റവും വലിയ ഷാഫി പറമ്പിൽ MLA ആണ്. അതുകൊണ്ടാണ് വെല്ലുവിളിച്ചത്.
വെല്ലുവിളിച്ചു. ഞാൻ വന്ന് പറയാം, ഞാൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ പരസ്യമായി പറയാൻ ഇവർ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുകയാണ്. നാടും പാലക്കാടും ഒക്കെ കർഷകൻ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് ഒന്ന് ചെന്ന് അന്വേഷിക്കണം. താങ്കൾ ഡാറ്റയും കണക്കും വെച്ച് പറയണമെന്നാ പറയുന്നത്. ഡാറ്റയും കണക്കും അല്ല മോനെ, ഇവിടെ ഇഷ്ടംപോലെ കർഷകര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഡാറ്റ വേണ്ട, ഡാറ്റ അങ്ങ് മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി. ഡാറ്റ അല്ല, ആത്മഹത്യ ചെയ്യുന്ന കർഷകന്റെ കണ്ണുനീർ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. സാധാരണക്കാരന് കയറ്റമാണ് എന്നുള്ളതാണ്. വികസനം നടക്കുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അഴിമതി നടത്തുന്നു എന്നുള്ളതാണ്.